കട്ടപ്പന ഗവൺമെന്റ് കോളേജിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും നിരന്തരമായി ഫ്യൂസ് ഊരിക്കടത്തുന്നുവെന്ന് പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. വലിയകണ്ടം വെള്ളയാങ്കുടി റോഡിന് സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്നാണ് വയോധികനായ വ്യക്തി ഫ്യൂസ് ഊരി ചാക്കിനുള്ളിലാക്കി കൊണ്ടുപോകുന്നത്. കട്ടപ്പന വലിയകണ്ടം റോഡിൽ ഗവൺമെന്റ് കോളേജിന് സമീപത്തായി നിൽക്കുന്ന KSEB ട്രാൻസ്ഫോമറിൽ നിന്നാണ് നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നത്. കഴിഞ്ഞ മാസം സമാന രീതിയിൽ 3ഓളം ഫ്യൂസുകൾ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് പ്രദേശവാസികൾക്ക് KSEBയിൽ വിവരമറിയിച്ചതനുസരിച്ച് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും KSEB ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ ദിവസം 2 ഫ്യൂസുകളോളം ഊരിക്കടത്തിയത്. മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണോ ഫ്യൂസുകൾ ഊരുന്നത് എന്നാണ് പ്രദേശവാസികളുടെ സംശയം. നമ്മുടെ ഈ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ അകത്താണ് നമ്മുടെ ഈ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഒരു 3 ഫ്യൂസ് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് 3 ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. അത് നമ്മൾ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ ചാനലിൽ വിട്ടില്ല, നമ്മൾ ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നമ്മൾ വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായി. അദ്ദേഹം വീണ്ടും വന്ന് ഇതിൻ്റെ അകത്ത് കയറുകയും ഒരു ചാക്കുമായിട്ട് വന്ന് 2 ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വെള്ളയംകുടിക്കുള്ള ആ സ്ഥലത്തേക്കുള്ള ഫ്യൂസാണ് പുള്ളി ഊരുന്നത്. 2 എണ്ണം ഇന്നലെ ഊരിക്കൊണ്ട് പോയിട്ട് ചാക്കിനകത്ത് ഇടുന്നു, പുള്ളി എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ITI ജംഗ്ഷനിലേക്കാണ് പോയത്. ഇതെന്താ സംഭവം നമുക്കറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു മോഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണോ അതോ അത് ഈ പുള്ളി ഇതിന് പുള്ളിക്ക് എന്തെങ്കിലും മാനസിക രോഗമാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്ഥലത്തേക്കുള്ളതാണ് സ്ഥിരം ഊരുന്നത്. ഇത് സ്ഥിരം ഊരുന്ന ഒരു സ്ഥലത്തേക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൊത്തം 6 ഫീസ് ഉണ്ട്. അതിൽ അങ്ങനത്തെ ആദ്യത്തെ കഴിഞ്ഞ മാസം ഊരിക്കൊണ്ടുപോയി 3 ഫീസ് അങ്ങനത്തെയാണ് ഊരിയത്. ഇപ്രാവശ്യം അങ്ങനത്തെ 2 എണ്ണം ഊരിക്കൊണ്ടുപോയി. ഈ പരാതി വല്ലതും പറഞ്ഞിരുന്നു? നമ്മൾ KSEB വിളിച്ച് പറഞ്ഞായിരുന്നു. അവരൊന്ന് കഴിഞ്ഞ മാസം വന്ന് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവർ കേസ് കൊടുത്തെന്നൊക്കെയാണ് പറഞ്ഞത്. ഒന്നും ആയിട്ടില്ല. ഇന്നലെ അതുപോലെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. അവർ വീണ്ടും വന്ന് ചാർജ് ചെയ്തിട്ട് പോവുകയും ചെയ്തു. എല്ലാ പ്രാവശ്യവും ഒരാൾ തന്നെയാണ് വരുന്നത്. നമ്മളൊരു CCTV ദൃശ്യത്തിൽ കണ്ട ആൾ തന്നെ ഇന്നലെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ഇവിടെ ഉള്ള ചേച്ചി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. അവർ ഫോട്ടോ നമ്മൾ തന്ന ഫോട്ടോയാണ് നമ്മൾ ഇട്ടത്. CCTV ദൃശ്യങ്ങളിലടക്കം വയോധികന്റെ ചിത്രമാണ് ലഭിക്കുന്നത്. ഇയാൾ ഫ്യൂസുകൾ ഊരിയ ശേഷം ചാക്കിലിട്ട് ITI ജംഗ്ഷൻ ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത്. നിരന്തരമായി ഫ്യൂസുകൾ നഷ്ടമാകുന്നതോടെ വെള്ളയാങ്കുടിയിലേക്കടക്കമുള്ള പല മേഖലകളിലും വൈദ്യുതി മുടങ്ങുന്നതും പതിവായിരിക്കുകയാണ്. മുൻപും സമാന അനുഭവമുണ്ടായിട്ടും ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന സംരക്ഷണ വലയത്തിന്റെ വാതിൽ താഴിട്ട് പൂട്ടാത്തത് വീണ്ടും ഫ്യൂസ് ഊരിക്കൊണ്ടു പോകുന്നതിന് വഴിവെക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. KSEB ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വിഷയം ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B++ grade. Join JPM. Excel on a campus with quest for quality.